മാന്യ പ്രേക്ഷകരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ഈ സഖാക്കന്മാരുടെ വള്ളി പൊട്ടി നിൽക്കുന്ന അവസ്ഥയിലൂടെ ഭ്രാന്തൊക്കെ കണ്ട ആളുകൾ തന്നെയാണ് നമ്മൾ. ഇത് പറയാൻ മറ്റൊന്നുമല്ല, കാരണം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ച് സത്യപ്രതിജ്ഞയും ചെയ്ത സമയത്ത് സഖാക്കന്മാരുടെ ആ ഒരു ഭ്രാന്തിന്റെ അവസ്ഥ അവസാന ഘട്ടത്തിലേക്ക് കയറിയതൊക്കെ കാണുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഗംഭീരം തന്നെയാണ്. നമ്മുടെ ഹാഷ്മി ഉണ്ടല്ലോ 24 ന്യൂസിലെ, ഈ ഹാഷ്മിയും മലപ്പുറത്ത് മത്സരിച്ച ഒരു വസീമുണ്ട്. സഖാവാണ് വസീം, ജിഹാദിയാണെന്ന് പച്ചയ്ക്ക് പറയാം. കാരണം ഇവന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയൊക്കെ ഇവന് കണ്ടാൽ ഇവനങ്ങോട്ട് ഭ്രാന്ത് കുറച്ചാണ് മൂക്കും. അവരെ പറ്റിയൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ ഭ്രാന്ത് വീണ്ടും മൂക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കൂറിലേസ് തിരുമേനി എന്ന് പറയുന്ന ഒരു സഭാ പുരോഹിതൻ. ആ സഭാ പുരോഹിതനെ വിവരമില്ലാത്തവൻ എന്ന് വിളിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന എരപ്പാളി അത്തരത്തിൽ വിളിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാനാവില്ല. കാരണം പിണറായി കണ്ടുപിടിച്ച ഒരുപാട് വാക്കുകളുണ്ട്. നികൃഷ്ട ജീവി, കടക്കുപുറത്ത്, പിന്നെന്താ കുലംകുത്തി, ഇങ്ങനെ കുറെ വാക്കുകൾ കണ്ടുപിടിച്ച ഒരു എരപ്പാളി തന്നെയാണ് ഇവനെന്ന് ഇന്നിപ്പോ നാട്ടുകാർ മൊത്തത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ എരപ്പാളി പറഞ്ഞ ആ അപഹസിച്ചതിനെതിരെ ഈ വസീം ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഹാഷിമും ഈ വസീമും തമ്മിലുള്ള നടന്ന ഒരു വലിയ പോരുണ്ട്. ആ പോര് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഇതിൽ ഇവൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അയാൾ മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ കൂറിലേസ് തിരുമേനി മനുഷ്യനല്ലേ എന്നാണ് ഇവൻ ചോദിക്കുന്നത്. ഈ ചോദിച്ച വാക്ക് അവിടെ വരുമ്പോ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കി പറഞ്ഞു തരാം. കാരണം അവിടെ ചോദിക്കേണ്ടതുണ്ട്. മലപ്പുറത്ത് വലിയൊരു തങ്ങൾ കുടുംബം ഉണ്ടല്ലോ. ഈ തങ്ങൾ കുടുംബത്തിലുള്ളവന്മാരെന്താ മനുഷ്യന്മാരല്ലേ എന്ന് ഈ വസീം സഖാവ് ചോദിക്കുമോ എന്ന് ആരും ചോദിച്ചു കളയരുത്. കാരണം എന്താ, അത് വർഗീയതയായി മാറും. ഇത് മതേതരമാണ്. കാരണം അച്ചായന്മാരെയും ഹിന്ദുക്കളെയും വിട്ട് എന്ത് പറഞ്ഞാലും ഇവിടെ മതേതരമാണ്. ഷുഡാപ്പികളെ തൊട്ടാൽ പിന്നെ ഇവിടെ വർഗീയമാണ് മക്കളെ. എന്തായാലും ഈ തർക്കം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഒരു ഒന്നൊന്നര തർക്കമാണ് മക്കളെ. എല്ലാ കാലം ഇടതുപക്ഷത്തിനൊപ്പം നിന്ന, വോക്കലായി തന്നെ CPM-നൊപ്പം നിന്ന, വോക്കലായി തന്നെ CPM നയങ്ങളോട് പിന്തുണ പ്രഖ്യാപിച്ച, ഇനി കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ കോൺഗ്രസിലെ ഇടതുപക്ഷത്തെ കുറിച്ച് പറയുന്ന, കടുത്ത സംഘപരിവാർ നിലപാടുകൾ പരസ്യമായി പേടിയില്ലാതെ പ്രഖ്യാപിക്കുന്ന, നഷ്ടങ്ങൾ നേരിട്ടാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുറന്നു പറയുന്ന ഒരു സാത്വികനായ വൈദികൻ, ഒരു പിതാവ് നിങ്ങളോട് കാണിച്ച വിവരദോഷം എന്താണ് ശ്രീ വസീഫ്? ഹാഷ്മിയ പോസ്റ്റ് വായിച്ചതാണല്ലോ അല്ലെ? പ്രളയം അങ്ങനെ ഒരു മഹാദുരന്തം ഉണ്ടായാൽ ഞങ്ങൾ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ അതിൽ നിന്നാണ് അധികാരത്തിൽ വന്നത് എന്നൊക്കെ തോന്നുന്ന പോസ്റ്റ് പറയുന്നുണ്ട് വസീമേ. ഇപ്പോ അടുത്ത കാലത്ത് ആയ അധ്യക്ഷനൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് കേരളത്തിൽ. ആ രീതിയിലൊക്കെ ഒരു പുരോഹിതന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് തെറ്റാണോ? ഇനി അതിനോട് പ്രതികരിക്കേണ്ടത് വിവരദോഷി എന്ന് വിളിച്ചാണോ? ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അതിനോട് പ്രതികരിക്കേണ്ടത് വിവരദോഷി എന്ന് വിളിച്ചാണോ? ചോദ്യം അത് ഒന്നൊന്നര ചോദ്യം. കേരളത്തിലെ പ്രധാനപ്പെട്ട സഭയുടെ പ്രധാനപ്പെട്ട ഒരു വൈദികനെ വിവരദോഷി എന്ന് അധിക്ഷേപിച്ചാണോ? മനുഷ്യനല്ലേ? യെസ്, ആരായാലും എന്താ മനുഷ്യനല്ലേ എന്നാണ് തിരിച്ച് ഹാഷ്മിയോട് ചോദിക്കുന്നത്. ഇതേ ചോദ്യം നമ്മന്റെ തങ്ങൾ കുടുംബം ഉണ്ടല്ലോ മലപ്പുറത്ത്, ഊതിയ വെള്ളം കുടിക്കാനും തുപ്പിയ ഭക്ഷണം തിന്നാനും ഒക്കെ ആളുകൾ ആയിരങ്ങൾ ക്യൂ നിൽക്കുന്ന ഒരു കുടുംബമുണ്ടല്ലോ മലപ്പുറത്ത്. വലിയ പടച്ചോന്മാരാണ്. പടച്ചോ കഴിഞ്ഞാൽ പിന്നെ നേരെ അവരാണെന്നാണ് സത്യത്തിൽ. അതിന്റെ മുന്നിൽ കൂടെ ഒക്കെ പോകുമ്പോ ചിരി വരാറുണ്ട്. ആ ചിരിച്ച ആ കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തെ ഇതുപോലെ വസീമിന് പറയാൻ തോന്നുമോ എന്താ അവര് മനുഷ്യരല്ലേ എന്നുള്ളത്? ഞമ്മന്റെ പിണറായി പണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്താണ് മനുഷ്യ വേസ്റ്റ് അല്ലേ അതൊക്കെ എന്നുള്ളത്. അത് എന്തിനെ പറ്റിയാ ചോദിച്ചത്? നഖത്തെ കുറിച്ച് ചോദിച്ചു, മുടിയെ കുറിച്ച് ചോദിച്ചു. ആരുടെ? ഇവരുടെ പ്രവാചകന്റെ നഖത്തെയും മുടിയെയും ഒക്കെ കുറിച്ച് ചോദിച്ച സമയത്ത് പിണറായി വിജയൻ ആ പുച്ഛത്തോടുകൂടി പരിഹസിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അതൊക്കെ എന്താ മനുഷ്യ വേസ്റ്റ് അല്ലേ എന്നുള്ളത്. ഇന്ന് പിണറായി വിജയൻ അത് ചോദിക്കില്ല. പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു, ഇന്ന് പിണറായി മുഖ്യമന്ത്രിയാണ്. ഇന്ന് അത് ചോദിക്കില്ല. കാരണം ഇനി പിണറായി വിജയന്റെ കസേര ഇളകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, മരുമോനെ ഭരണത്തിലേറ്റണമെന്നുണ്ടെങ്കിൽ മുക്കാലികളെ സുഖിപ്പിച്ചേ പറ്റുകളൂ. ഇനി ഇവന്റെ ബാക്കിയൂടെ കേൾക്കാൻ മക്കളെ. ഗംഭീരമാണ്. അല്ല, അങ്ങനെ പേരെടുത്ത് ആരെയും പിണറായി പറഞ്ഞിട്ടില്ലല്ലോ. മറുപടി സ്വാഭാവികമായിട്ടും പറയുമ്പോ അതിനകത്ത് ഇങ്ങനെ അങ്ങ് പറയേണ്ടത് കാര്യമല്ല. ആ പോസ്റ്റിന്റെ ഉദ്ദേശം എന്താ? അല്ല, ഞാൻ ചോദിക്കുന്നത് ആ പോസ്റ്റ് അല്ല, ആ പോസ്റ്റ് പറയുന്നു സാമ്പത്തിക നയങ്ങളെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനങ്ങളുടെ അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പീഡിപ്പിക്കാനുള്ള നീക്കങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് എന്ന് പറഞ്ഞിട്ട് താഴെ വരുന്നുണ്ട്. എന്താണ്
എന്താണ് ഈ പറയുന്ന പ്രളയവും മഹാമാരികൾ എപ്പോഴും രക്ഷക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനം വീഴില്ല. ശരി, നിങ്ങൾക്ക് ഈ പറഞ്ഞ കിറ്റ് രാഷ്ട്രീയത്തിൽ ജനം വീഴില്ല എന്ന് പറഞ്ഞു കൂർലോസ് തിരുമേനി. അദ്ദേഹം ക്രിസംഖ്യയായോ? അതിന് ക്രിസംഖ്യയായി ഞങ്ങൾ പറഞ്ഞോ? അല്ല, ആ ചാപ്പറ്റുള്ള സമയം ചോദിക്കുക. സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ സാർ. സാർ സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ, ഈ ചാപ്പ അടിച്ചു കൊടുക്കലാണല്ലോ നിങ്ങളുടെ പണി. നിങ്ങളുടെ പണി അല്ല. ഓ, ഞങ്ങളുടെ പണി തീരുമാനിക്കും നിങ്ങളാണോ? ഞങ്ങളുടെ പണി അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അടിച്ചു തരണോ ഹാഷ്മി? എന്തൊക്കെ അടിച്ചു തന്നിട്ടുണ്ട് മകളെ? ഈ ആഷ്മി ഇപ്പൊ ഇവിടെ നിങ്ങൾ എന്നല്ല ഇവര് തമ്മിൽ പറയുന്നത്. ഇനിയാണ് കുടുംബിനി കൊണ്ട കച്ചറ വരുന്നത്. ഇവിടെ ഹാഷ്മി പച്ചയ്ക്ക് സത്യ പറഞ്ഞത്. കാരണം ഈ നാട്ടിൽ നടക്കുന്ന തെണ്ടിത്തരങ്ങൾ, തെമ്മാടിത്തരങ്ങൾ, പിണറായി വിജയന്റെ കട്ടുമുടിക്കൽ, അത്തരത്തിൽ 100,000 കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ചാപ്പ കുത്തും. എന്ത് ചാപ്പയാ? സംഘി ചാപ്പ. അപ്പൊ നമ്മൾക്കൊക്കെ അതിൽ അഭിമാനം തന്നെയാണ്. കാരണം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞവൻ സംഘിയാണെങ്കിൽ ആ സംഘിയിൽപ്പെട്ടവൻ തന്നെയാണ് ഞാനെന്ന് പച്ചയ്ക്ക് നമ്മൾ പറയേണ്ടതുണ്ട്. എന്തായാലും ഇനി ഹാഷ്മി ചോദിക്കുന്നത്, നിങ്ങൾ എന്ന് സംസാരിക്കുന്നിടത്തുനിന്ന് ഞമ്മന്റെ വസീം സഖാപ്പി ഉണ്ടല്ലോ, സഖാപ്പി വിളിക്കുന്ന പേരൊക്കെയാണ് മക്കളെ. 1.5 പേരാ. കേട്ടു നോക്കാം. ഔദാര്യം പറയല്ലേ? ഓ, എന്നല്ലാതെ സൈബർ ആചാര്യമുണ്ട്. പണ്ട് കേരളത്തിലെ നിങ്ങളുടെ സൈബർ ആചാര്യനുണ്ട്. അയാൾ പണ്ട് കോൺഗ്രസിലായിരുന്നു, ഇന്നിപ്പോ CPM-ലാണ്. നാളെ അയാൾ വേണമെങ്കിൽ BJP-യിലേക്ക് പോകുന്ന ആചാര്യൻ. ആ ആചാര്യനെ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? ഞാൻ ഒരു വിയോജിപ്പ് പറഞ്ഞതിന് എന്താണ് ആയുധ പരിശീലനം കിട്ടിയ NTF-ആരാണെന്ന് അറിയോ? വസീഫെ ചാപ്പ കിട്ടിയിട്ടുണ്ട്. ആശ്മിയുടെ ആചാര്യനായിരിക്കും. താങ്കളുടെ ആചാരനാ, താങ്കളുടെ സൈബർ ആചാരനാ, താങ്കളുടെ പാർട്ടിയുടെ സൈബർ ആചാരനാ. ഒരുത്തൻ തള്ളി പറഞ്ഞു ഇതുവരെ. എന്റെ ആചാര്യൻ പറയല്ലേ? അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി. തുടങ്ങി സംസ്കാരം തുടങ്ങി. ചാപ്പയുടെ കഥ പറയല്ലേ? എന്റെ ആചാരം നിങ്ങളും തീരുമാനിക്കണ്ട ഹാഷ്മി. ഓ, നീ ഇങ്ങോട്ടും പറയണ്ട. ഓ, നീ നിന്റെ ആചാരം തീരുമാനിക്കാൻ. ഞങ്ങളുടെ സംസ്കാരം ഒഴുകി വരൽ തുടങ്ങി. സുഖാപ്പികളെ നീ വേറെ ആരോട് പറഞ്ഞാൽ മതി. ഭാഷ മാറിയതുണ്ടോ? അത് ഞങ്ങളോട് പറയണ്ട. ഭാഷ മാറിയതുണ്ടോ? ഞങ്ങളുടെ ആചാരനെ തീരുമാനിക്കാൻ നിങ്ങൾ ഭാഷ മാറിയതുണ്ടോ? നിങ്ങൾ ആരാ? ഞങ്ങളുടെ ആചാരൻ. സൈബർ സ്പേസിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പാർട്ടി ചെയ്യുന്ന ആചാരന്റെ കാര്യ പറയുന്നത്. നിങ്ങൾ അവതാരകനാണോ? അവതാരകനാണോ? നിങ്ങൾ കോൺഗ്രസിനല്ലേ, യൂത്ത് കോൺഗ്രസ് വ്യാജ അധ്യക്ഷൻ. നീയെന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി വസീഫെ. നീയെന്നൊക്കെ പാർട്ടി ഓഫീസിൽ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. നീയെന്നൊക്കെ പാർട്ടി ഓഫീസിൽ വീട്ടിൽ പറഞ്ഞാൽ കേട്ടോ. അല്ല, നീ പറയാൻ പറ്റില്ലേ? പറയണ്ട. അല്ല, എന്റെ സൈബർ ആചാര്യൻ എന്ന് പറയാൻ നിങ്ങളാരാ എന്ന് പറഞ്ഞാൽ CPM ഞാൻ നിങ്ങൾ തന്നെ വിളിക്കാം. സൈബർ സ്പേസിൽ CPM സൈബർ ആചാര്യൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞോ ഹാഷ്മി? ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ DYFIയോ CPM-ഓ ഇദ്ദേഹം ഞങ്ങളുടെ ഇങ്ങനെ പറയുന്ന ആള് ഞങ്ങളുടെ ആചാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഹാഷ്മി ഇതുപോലെയുള്ള അധികാരം തരുന്നത് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? എന്ത് ഞങ്ങൾ തള്ളി പറയേണ്ടത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആചാരനുമില്ല. ആചാരനുണ്ട്. നിങ്ങളോടാണ് ഹാഷ്മി. അതൊക്കെ വേറെ എവിടെ പോയി പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളെ ഒന്നും ഒരു വിശ്വാസത്തിന് മുമ്പിൽ ഒരു വർത്താനം പറയാൻ പറ്റില്ല. അത് ഞാൻ വീട്ടിൽ പോയി വിളിക്കണം. ആഷ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ വിളിക്കണം ഹാഷ്മി. അതിനൊന്നും ഒരു ഭയവുമില്ല. നിങ്ങൾ കുറെ കാലമായി തുടങ്ങിയിട്ട് കേട്ടോ. ഞങ്ങളുടെ ആചാരൻ ആരാണെന്ന് തീരുമാനിക്കാനൊന്നും നിങ്ങളൊരാളും ഏൽപ്പിച്ചിട്ടില്ല. എന്ത് വെല്ലുവിളി? ഞങ്ങൾ ആചാരനാണോ? നിങ്ങളോടാരാ പറഞ്ഞത്? എന്ത് ചാനൽ ചർച്ച? സഖാപ്പിക്ക് എന്റെ ആചാരൻ എന്ന് പറയാൻ നിങ്ങളാരാ? ഏതൊരു മനുഷ്യനെ എന്റെ ആചാരൻ എന്ന് പറയാൻ നിങ്ങൾക്കാരാ അധികാരം? നാവിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന അധികാരം ആരാ തരുന്നത്? ഏത് ആചാര്യൻ? ഞങ്ങൾ പറഞ്ഞോ? CPM-ന്റെ ഏതെങ്കിലും ഔദ്യോഗികമായി ഇദ്ദേഹം ആചാരനാണെന്ന് പറഞ്ഞോ? നിങ്ങൾ ആരെയാ പുച്ഛിക്കുന്നത് ഹാഷ്മി? നിങ്ങളൊരു അവതാരകനല്ലേ? മാന്യത വേണം. മാന്യത പുലർത്തേണ്ടത് ഇവനോടൊക്കെ. ഞങ്ങൾ ആചാരൻ എന്ന് പറയാൻ നിങ്ങൾ ആരാ? ഞങ്ങൾ ആചാരൻ. അങ്ങനെ പറയുന്നത് മാന്യമായി ചർച്ച. നിങ്ങൾ മാന്യമായി ക്രൂരമായി മർദ്ദനമേറ്റ കോൺഗ്രസ്സുകാരുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. ഒന്നും പറയാനില്ലല്ലോ. കോൺഗ്രസ്സുകാരോടൊക്കെ എന്ത് സ്നേഹം. ചർച്ച എടുക്കില്ല.
പിണറായിയുടെ യാത്രയിൽ രക്ഷാദൗത്യം ഏറ്റെടുത്തവൻ അവനൊക്കെ. ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് കുത്തി അകറ്റുന്ന വിവരദോഷികളുണ്ട്. ആ വിവരദോഷികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ശ്രീ വി എന്ന് വിളിച്ചത്. ശ്രീ വി വസീഫ്, അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നീ എന്ന് വിളിച്ചത്. ബഹുമാനത്തോടു കൂടി ചർച്ചക്കിരിക്കുന്ന നന്ദിയുടെ ഭാഷ, തിരിച്ചും ബഹുമാനമുണ്ടാകും. നന്ദിയുടെ ഭാഷ, ഞങ്ങളുടെ ഒരു വൈദികനെ വിവരദോഷി എന്ന് വിളിക്കുന്നത് കേട്ട് പഠിച്ച അങ്ങയുടെ ഭാഷ കൊണ്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയാൽ തിരിച്ചും പറയാൻ പറ്റും. അങ്ങനെ വിവരദോഷി എന്ന് കേട്ട് പഠിക്കുന്ന താങ്കളുടെ ഭാഷയാണ് ഒരു തെറ്റുമില്ല. താങ്കളെ പറയൂ, എന്നെ കേൾക്കണം. താങ്കളതേ പറയൂ വസീം. താങ്കൾ വിവരദോഷി എന്നും താങ്കൾ വിവരദോഷി എന്ന് വിളിച്ച് കേൾക്കുന്നത് വീരാരാധനയോടെ കാണുന്ന അങ്ങേക്ക് താങ്കളെ നീ എന്ന് വിളിക്കും, ഒരു തർക്കമില്ല. വേണേ തെറിയും വിളിക്കും, തർക്കമില്ല അല്ലേ? അതെ ആഷ്മി, ഞാനോ പറഞ്ഞോട്ടെ. അതെ അതെ ആഷ്മി, നിങ്ങളും ഞാനും ആദ്യമായിട്ടല്ല ചർച്ചക്കിരിക്കുന്നത്. ഞാൻ ഈ ദിവസം വരെ നിങ്ങളെന്നും താങ്കളെന്നും ആഷ്മി എന്നുമാ വിളിച്ചത്. ഇന്ന് നീ എന്ന് വിളിച്ചത് എന്തിനാ? നിങ്ങൾ പറയുന്നു എന്റെ ആചാര്യൻ പിണറായി തമ്പുരാൻ വിവരദോഷി എന്ന് വിളിച്ചല്ല കൂറുള്ള സിനിമേലി. ആരോ നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളുടെ ഉച്ചഭാവത്തിൽ സിപിഎമ്മിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ജനത്തെ പാർട്ടിയിൽ നിന്ന് കുത്തി അകറ്റുന്ന ഇത്തരം വിവരദോഷങ്ങൾ ആവർത്തിക്കുന്ന ചാപ്പയടിച്ചു കൊടുക്കൽ ശീലമാക്കിയ ആളുകൾ സൈബർ സ്പേസിലുണ്ട് വസീഫെ. നിങ്ങൾ അവരെ തള്ളിപ്പറയുന്നില്ല. നിങ്ങൾ അവരെ തള്ളിപ്പറയുന്നില്ല. സൈബർ ആചാര്യന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ജനത്തെ കുത്തിയകറ്റുന്ന ആചാര്യന്മാരാണ് അവർ. നിങ്ങൾ അവരെ തള്ളിപ്പറയുവോ? വ്യാജ പ്രസിഡന്റുമാരുടെ സന്തത സഹചാരി എന്ന് പറയണോ? അങ്ങനെ പറയണോ? ആഷ്മി, നിങ്ങളാണല്ലോ യൂത്ത് കോൺഗ്രസുകാരൻ കൊലപ്പെടുത്തിയ ധീരജ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കൊലപ്പെടുത്തിയവൻ ഫോട്ടോ എടുത്ത് ചിരിച്ചു നിന്ന ആളാ നിങ്ങള്. ഞങ്ങൾ എന്നിട്ട് നിങ്ങളെ കുറിച്ച് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ടി ചന്ദ്രശേഖരൻ 51 വെട്ടിയ കുഞ്ഞാനന്ദൻ ചത്ത സമയത്ത് അവിടെ പോയി ആദരിച്ചവന്മാരാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ മാന്യതയാ. തന്നെ അല്ല, നിങ്ങൾക്ക് എന്തും കൊഞ്ഞനം കുത്താന്നാ വസീഫെ. നിങ്ങൾ ചാപ്പയടിച്ച കഥ എണ്ണി പറയുകയാണ്. നിങ്ങൾ വിവരദോഷി ചാപ്പ, വികസന വിരുദ്ധ വിദ്രോഹ സഖ്യ ചാപ്പ, തീവ്രവാദി ചാപ്പ, RSS ചാപ്പ, NDF ചാപ്പ, ജമാഅത്തെ ഇസ്ലാമി ചാപ്പ, ചാപ്പകൾ അടുക്കിടക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ. അതായത് ചോദ്യം, നിങ്ങൾക്ക് കൂറിലോസ് പിതാവ് ക്രിസംഗി ചാപ്പടിക്കാൻ സമയമായോ വസീഫെ? കൂറിലോസ് പിതാവ് ക്രിസംഗി ചാപ്പടിക്കാൻ സമയമായോ? നിങ്ങൾക്ക് ആരെയും എന്തും പറയാം. അങ്ങനെ അടിച്ച ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരാറുണ്ടോ ഇങ്ങനെ സമയം ചെയ്യാറുണ്ട് എന്ന്? ആഷ്മിക്ക് യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസിന്റെ PR ടീമും തരുന്ന ഉപദേശത്തിനനുസരിച്ച് ചർച്ച നയിക്കേണ്ടി വരും. കോൺഗ്രസ് പറയണം എന്ന് കരുതരുത്. ഈ കോൺഗ്രസിന്റെ PR ടീമിന് വേണ്ടി അതിലെ പുതിയ ഒരു ന്യൂജൻ ടീമുമായിട്ടുള്ള അഭീത ബന്ധത്തിനനുസരിച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഇതുപോലെ അതിനനുസരിച്ച് ഞങ്ങൾ മറുപടി പറയണം എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെയും പുതിയ ടീമിന്റെ PR ടീമിന്റെ ഉപദേശം കേട്ട് വാചക കസർത്ത് നടത്തുന്നവൻ എന്ന് തന്നെയാ വെല്ലുവിളിക്കുന്നു. അങ്ങനെ വാചക കസർത്ത് നടത്തുന്നതിന് ഞങ്ങൾ മറുപടി പറയും. ഞങ്ങളുടെ നിങ്ങളൊന്ന് തെളിയിക്ക്. ഒരു തെളിവ് കാണിക്കാവോ? അങ്ങനെ പൊതു സംസാരമുണ്ട്. അങ്ങനെ പൊതുസംസാരം ഇവിടെ വന്ന് വിളമ്പണ്ട വസീഫെ. അങ്ങനെ പൊതുസംസാരം ഇവിടെ വന്ന് വിളമ്പണ്ട. ഉണ്ട്. ഇവിടെ വന്ന് വിളമ്പണ്ടെന്നാ പറയുന്നത്. ആഷ്മിക്ക് എന്തും മര്യാദകേടും തോന്നിയവാസവും പൊതുസംസാരവും വിളമ്പാനുള്ള വേദിയല്ല വസീഫെ. ഇതില് രഘുനാഥ് R എന്ന് പറയുന്ന ആള് പ്രേക്ഷകനിട്ട കമന്റ്, സഹോദരനിട്ട കമന്റ്, അവർ തമ്മിലടിക്കട്ടെ, നമുക്ക് ഗാലറിയിൽ ഇരുന്ന് കളിയാണ്. സത്യം, ഈ ഒരു ഓഡിയോ ഇവിടെ കേൾപ്പിച്ചപ്പോ ഞാൻ ചിരിച്ചത്, ആത്മാർത്ഥമായിട്ട് ചിരിച്ചതാണ്. കാരണം ഗംഭീര ചിരി. അതായത് ഈ ഹാഷ്മിയുടെ ചില നേരത്തെ ആ ഒരു സുഡാപ്പി മൈൻഡ് ഒക്കെ പോകാറുണ്ട്. നമുക്കറിയാം BJP RSS എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തെ കാര്യമൊക്കെ പറയുമ്പോഴേക്കും ഇവന്റെയൊക്കെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തിറക്കാറുണ്ട്. അവർക്കൊക്കെ കിട്ടേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഇതുപോലെയുള്ള സുഡാപ്പികളുടെ കയ്യിൽ നിന്ന് പച്ചക്ക് കിട്ടണം. അങ്ങനെ
കിട്ടുമ്പോൾ ഇവന്മാരൊക്കെ പഠിക്കുള്ളൂ യഥാർത്ഥത്തിലുള്ള എന്താണ് സംഘി, യഥാർത്ഥത്തിലുള്ള BJP-കാരൻ, യഥാർത്ഥത്തിലുള്ള RSS കാരനെന്ന് കൃത്യമായിട്ടും ഇവന്റെയൊക്കെ ഈ സംസ്കാരം തിരിച്ചു കിട്ടുമ്പോഴാണ് ഇവനൊക്കെ പഠിക്കുക. കാരണം ഈ പാനലിൽ കൃത്യമായിട്ടും BJP-യുടെ പ്രതിനിധിയുണ്ട്, കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്, JR പത്മകുമാർ സാറാണ് BJP-യുടെ പ്രതിനിധി, രാജു P നായരാണ് കോൺഗ്രസിന്റെ പ്രതിനിധി, പിന്നെ വസീഫ് മലപ്പുറം സ്ഥാനാർത്ഥിയായിരുന്നു, ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു LDF-ന്റെ, അവനാണ് ഈ സംസാരിക്കുന്നത്. ഇവന്റെയൊക്കെ യഥാർത്ഥ രൂപം പുറത്തിങ്ങനെ വരും. ഇത് ഓരോ ക്രിസ്ത്യാനിയും കേൾക്കേണ്ടതാ, പ്രചരിപ്പിക്കേണ്ട വലിയൊരു സംഭവം തന്നെയാണ്. കാരണം കൂറിലോസ് തിരുമേനി കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് കേരളത്തിൽ പറഞ്ഞത്. പിണറായി വിജയൻ രണ്ടാമത് എങ്ങനെയാണ് ഭരണം കൈയടക്കിയത്? ഈ നാട്ടുകാരായിട്ടുള്ള മലയാളികളെ വെറും പട്ടികളാക്കി മാറ്റി തെണ്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന പോലെ കിറ്റ് എറിഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെയാണ് കൊറോണ എന്ന് പറയുന്ന മഹാമാരിയെ പോലും തന്റെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് വലിയ പ്രളയം ഇവിടെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. എങ്ങനെയായിരുന്നു അന്നത്തെ വൈദ്യുതി മന്ത്രിയുള്ള MM മണി എന്ന് പറയുന്ന ആ ആശാൻ, മണിയാശാൻ ഉണ്ടല്ലോ, എന്തും പച്ചയ്ക്ക് വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന മണിയാശാൻ ഉണ്ടല്ലോ, ആ മണിയാശാൻ ചെയ്ത ഇവിടുത്തെ തെണ്ടിത്തരം കൊണ്ട് തന്നെയായിരുന്നു ഈ നാട് വെള്ളത്തിൽ മുങ്ങിയത്. ആ വെള്ളത്തിൽ മുങ്ങിയപ്പോഴോ അതിനെയും പിണറായി വിജയൻ ഭരണ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു. ആളുകളെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നതും നീയോ ചാപ്പ, തിന്നുന്നതും നീയോ ചാപ്പ എന്നൊരു പഴമൊഴി ഉണ്ടല്ലോ, ഒരു വരികളുണ്ടല്ലോ. അതുപോലെ തന്നെ കൊല്ലാൻ വേണ്ടി വെള്ളം തുറന്നു വിടുന്നത് യുവന്മാർക്ക് തന്നെ. പിന്നെയോ അതിൽ നിന്ന് ഞങ്ങൾ ഇതാ രക്ഷപ്പെടുത്തുന്നെന്നും പറഞ്ഞ വലിയ രക്ഷപ്പെടുത്തൽ ആ ദൗത്യവും നടത്തുക. എന്നിട്ടോ അതിലൂടെ തന്റെ രണ്ടാം കിരീടധാരണം ഉറപ്പിച്ച പിണറായി വിജയനെ പച്ചയ്ക്ക് തുറന്നു കാട്ടി കൂറുലോസ് തിരുമേനി. അതോടുകൂടി അദ്ദേഹത്തിന് ചാപ്പ കിട്ടി. ഏത് ചാപ്പയാ? സംഘി ചാപ്പ, പിന്നെയോ കൃസംഗി ചാപ്പ, പിന്നെയോ സംസ്ഥാന ദ്രോഹി ചാപ്പ, അങ്ങനെ കുറെ ചാപ്പ കിട്ടി. അതിലാണ് വിവരം കെട്ടവൻ എന്നാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കൂറിലോസ് തിരുമേനിയെ വിളിച്ചത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നടക്കുന്ന തങ്ങളുടെ സ്വന്തം എന്താണ് എന്റെ സ്വന്തം വളർച്ച മാത്രം നോക്കി നിൽക്കുന്ന ഓരോ ക്രൈസ്തവനും മനസ്സിലാക്കുക, ഇവിടെ അൽ കേരളത്തിൽ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന സ്ഥാനം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് പോലും നിങ്ങളുടെ പിതാവിന് പുരോഹിതനായിട്ടുള്ള കൂറിലോസ് തിരുമേനിക്ക് കിട്ടിയത് പോലും ഇതാണ് എന്നത് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ മണിപ്പൂരിലേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഖാക്കന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ടല്ലോ, പിന്നെയോ കോൺഗ്രസ്സുകാരായിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ടല്ലോ, ഒട്ടേറെ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന NDAക്ക് പുറമെയുള്ള ഈ ചങ്ങാതിമാരുണ്ടല്ലോ ക്രിസ്ത്യാനികൾ. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ തിരുമേനി എന്നല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ആചാരാനുഷ്ഠാനങ്ങൾ പോലും ഇവിടെ ഇവന്മാർക്ക് വരും പുല്ലാണ് എന്ന രീതിയിൽ തന്നെയാണ് സഖാവ് ഞമ്മന്റെ പിണറായി തമ്പുരാൻ വിവരദോഷി എന്ന് കൂറിലോസ് തിരുമേനിയെ വിളിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് എടാ പോടാ വൃത്തികേടുകളൊക്കെ ഈ വസീഫ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. സഖാക്കന്മാർക്ക് ആകെ പ്രാന്തായിരിക്കുക തന്നെയാണ്. കാരണം കനലൊരു തരിയായി ഇവിടെ ഉണ്ടായിരുന്നത് ഈ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത് ആലത്തൂരിലേക്ക് മാറി. പിന്നെയോ 54-55 സീറ്റിൽ മത്സരിച്ചതിൽ വെറും 4 സീറ്റിൽ മാത്രമേ ഈ ശുപ്പാണ്ടികൾ ജയിച്ചിട്ടുള്ളൂ. എന്നിട്ടാണ് 240-ന് മുകളിൽ ജയിച്ച BJP എന്ന് പറയുന്ന ഒറ്റക്കക്ഷിയെ, ഭാരതത്തിന്റെ ഒറ്റക്കക്ഷിയെ ട്രോളാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി, ചവിട്ടിമതിക്കാൻ വേണ്ടി ഈ ഡേഷ് മക്കൾ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.